യുവാക്കളും യുവതികളുമാണ് തൊഴിൽ തേടി തൊഴിൽ. ഈ രണ്ട് മുദ്രാവാക്യവും കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അരി എവിടെ, തുണി എവിടെ മക്കളെ എന്ന് ചോദിച്ചതിന് കുറെ പരിഹാരമുണ്ടായി. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും റേഷൻ കടകളും ഒക്കെ വന്ന് കുറെ അധികം കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോയി. അപ്പോഴും പണി എവിടെ എന്ന് ചോദിച്ചത് പണി കൊടുത്തില്ല. ഉള്ള ഫാക്ടറികൾ, മാവൂർ ഫാക്ടറി അടക്കമുള്ള ഉള്ള ഫാക്ടറികൾ എല്ലാം പൂട്ടി വന്ന കഥയാണ് പിന്നെ ഉണ്ടായത് കേരളത്തിൽ. ഒരു ഫാക്ടറിയും പൂട്ടിയെന്ന് എല്ലാ ഫാക്ടറിയും പുതിയതായിട്ട് പൂട്ടിയെന്ന് ഉള്ളതെല്ലാം പൂട്ടിയെന്ന് മാത്രമല്ല പുതിയൊരു ഫാക്ടറിയും തുടങ്ങിയില്ല. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണത്തിന് സമ്മതിച്ചില്ല. അവിടെ കൃഷി മെതിയന്ത്രവും അതുപോലുള്ള എല്ലാ വിതയ്ക്കാനും കൊയ്യാനും എല്ലാം യന്ത്രമുണ്ട് ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ അത് സാർവത്രികമാണ്, നമ്മളിപ്പോഴും സാർവത്രികമാക്കിയിട്ടില്ല. അതൊന്നും നമ്മൾ സമ്മതിച്ചില്ല. നമ്മൾ മാസ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വോട്ട് ബാങ്കാക്കി കൂടെ നിർത്തി. കരയുന്ന കുഞ്ഞിന് ബിരിയാണിക്ക് വേണ്ടിയും ചോറിന് വേണ്ടിയും ബറോട്ടയ്ക്ക് വേണ്ടിയും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞ് കരയുന്ന കുഞ്ഞിന് മുട്ടായി കൊടുത്ത് ഉറക്കും. നമ്മൾ മുട്ടായി കൊടുക്കുമ്പോൾ ഒരു മധുരമുണ്ട്, അതിനകത്ത് 10 പൈസയുടെ ഒരു മുട്ടായി കൊടുക്കുമ്പോൾ അതിലൊരു മധുരമുണ്ട്. അപ്പൊ കുട്ടി ഉറങ്ങുമ്പോൾ കുട്ടിയുടെ മനസ്സിലൊരു ചിന്ത വരും, ഇനി അച്ഛന് അപ്പൂപ്പൻ അല്ലെങ്കിൽ ആരായാലും ബന്ധപ്പെട്ട ആരായാലും മുട്ടായി തന്ന ആൾ അടുത്ത നിമിഷം കേക്ക് വാങ്ങിച്ചു തരും, പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു തരും, പിന്നെ ബിരിയാണി എല്ലാം ബിറാണിയൊക്കെ വാങ്ങിച്ചു തരും എന്നുള്ള ചിന്ത വരും. എന്തായാലും അങ്ങനെ നമ്മൾ മുട്ടായി കൊടുത്ത് ആളുകളെ മയക്കി. എങ്ങനെയാണ് മയക്കിയത്? കയറ്, കൈത്തറി, കശുവണ്ടി തുടങ്ങിയ സകല മേഖലകളിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു. അതുപോലെ ബീഡി തൊഴിലാളികൾ, കണ്ണൂരിലെ ബീഡി തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തൊഴിലിനെ മഹത്വവൽക്കരിച്ച്, തൊഴിലിനെ ആധുനികവൽക്കരിച്ച്, പ്രൊഫഷണലിസം കൊണ്ടുവന്ന് തൊഴിലിൽ തന്നെ നിർത്തുന്നതിനും ഒരുപാട് അതിനെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റുന്നതിനും അസംസ്കൃത പദാർത്ഥങ്ങൾ മാത്രം ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന രീതി മാറ്റി അതിനെ ഇപ്പൊ കശുവണ്ടി ആയാലും റബ്ബർ ആയാലും, റബ്ബർ വന്നപ്പോൾ അതിനെ സ്ഥിതി ഇതിനെയൊക്കെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റാതെ കുരുമുളക് ഉൾപ്പെടെയുള്ള, ഏലം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇഞ്ചി ഉൾപ്പെടെയുള്ളതിനെ അങ്ങനെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റി ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ കൊണ്ട് തൊഴിൽ കൊടുക്കുന്നതിന് പകരം ആളുകളെ സംഘടിപ്പിച്ച് അവരെ കൊണ്ട് ഡിമാൻഡ് വയ്പ്പിച്ച് അവരിൽ ഡിമാൻഡ് കുത്തിവയ്പ്പിച്ച് പെൻഷൻ. അപ്പൊ ഞാൻ കുട്ടിക്ക് മുട്ടായി കൊടുക്കുന്നത് പോലെ പെൻഷൻ കിട്ടിയാൽ ഒരു 60 വയസ്സ് വരെ കാത്തിരിക്കാം.